മലപ്പുറം കാഴ്ചകൾ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ അതിൽ പറയാൻ പോകുന്നത് നമ്മുടെ മലപ്പുറം ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ ചക്കക്കൂട്ടാനെ കുറിച്ചാണ് പറയുന്നത്. ഇതാണ് ചക്കക്കൂട്ടാൻ. ഞങ്ങളുടെ നാടൻ ഭാഷയിൽ ചക്കക്കറി എന്ന് പറയും. ഇനിയിപ്പോൾ ഞങ്ങളുടെ മലപ്പുറത്തിൻ്റെ ജില്ലേൻ്റെ പുറത്തുള്ള ആൾക്കാർ ഇത് കാണുകയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഷയിൽ എന്താ പറയുക എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും കൂടുതൽ ചക്കക്കൂട്ടാൻ ഇത് എങ്ങനെയാണ് പാചകം ചെയ്യുക എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് വഴി ചോദിച്ചാൽ മതി, അത് പറഞ്ഞുതരാം. പക്ഷേ ഇതൊരു അടിപൊളി അടാറ് സാധനമാണ്. പക്ഷേ ഇതെങ്ങനെ കഴിക്കണം എന്നുള്ളത് അതിൻ്റെ ഒരു വിധം കൂടി ഞാൻ പറഞ്ഞത് ഒരു പ്രത്യേക കറി കൂടി ഇതിൽ കൂട്ടിയതിന് ശേഷം കഴിക്കുകയാണ് വെച്ചാൽ ഇതൊരു ഒന്നൊന്നര സംഭവമാണ്. അതായത് മത്തിക്കറി. മത്തി എന്ന് പറയുമ്പോൾ ഞങ്ങൾ മലപ്പുറം ഭാഷയിൽ പറയുമ്പോഴേ മത്തി, അതായത് പുറത്തുള്ള ആൾക്കാർ ചില ജില്ലക്കാരൊക്കെ ചാളാന്ന് പറയും. അങ്ങനെ ആ മത്തിക്കറി കുടംപുളിയിട്ട് വയ്ക്കുകയാണെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കൂടി വരും. വാളംപുളി ഇടുകയാണെങ്കിൽ അതിൻ്റെ വേറെ ടേസ്റ്റ്. പക്ഷേ ഇതിൽ കൂട്ടി മിക്സാക്കിയിട്ട് നമ്മുടെ ചക്കേൻ്റെ ഇതിലും കൂടിയിട്ട് നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഇപ്പോൾ നമ്മളെ മലപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുമ്പോഴേ അത് മിക്സാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈമിലൊക്കെ നല്ല വേർപ്പുണ്ട്. അജാതി ചൂടാണ് ഇവിടെ ഉള്ളത്. ജാതി എന്നൊക്കെ പറഞ്ഞാൽ ഭാഷ മനസ്സിലാകണ്ടോ എനിക്കറിയൂടാ ജില്ലേൻ്റെ പുറത്തുള്ള ആൾക്കാർക്ക്. പക്ഷേ അതങ്ങോട്ട് കഴിച്ചാൽ മീൻകറിയും കൂട്ടി ചക്കക്കറി കഴിച്ചാൽ അതിൻ്റെ സ്വാദ് അതൊന്നും വേറെ തന്നെയാണ്. നല്ലോണം മിക്സാക്കിയതിന് ശേഷം കഴിച്ചാണ്ടല്ലോ അങ്ങനെ പിടിച്ച് കഴിച്ചാൽ എന്താ ടേസ്റ്റ്. എല്ലാ ആൾക്കാരും, അതായത് നമ്മുടെ ഇതിലുള്ള ആൾക്കാർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ചക്ക കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ കറി വെച്ചതിന് ശേഷം ഇതേപോലെ ആയിട്ടൊന്ന് മത്തിക്കറി വാങ്ങിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കുക. എന്നിട്ട് അഭിപ്രായം ഇതിലൊന്ന് അറിയിക്കുക. അതാണ് ഇതിൻ്റെത്. അതിൻ്റെ കൂടെ മത്തിയോ ഇനി മത്തി